ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഡിസിഷൻ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റൊച്ചാസ്റ്റിക് മോഡൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മോഡൽ വിത്ത് അൺസർട്ടനിറ്റിയിലായിരിക്കും ഈ മോഡൽ മെയിനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോബബിലിറ്റി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഔട്ട്കംസ് ഇത് പ്രെഡിക്റ്റ് ചെയ്യും. ഈ സ്റ്റൊച്ചാസ്റ്റിക് മോഡൽ നിങ്ങൾക്ക് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ് വൈസ് ആൻസർ തരുന്നത്. പിന്നെ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോൺ നെഗറ്റിവിറ്റി ഇൻ LPP, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിൽ നോൺ നെഗറ്റിവിറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ വാരിയബിൾസ് എന്താവും? വാരിയബിൾസ് കനോട്ട് ബി നെഗറ്റീവ്. വാരിയബിൾസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുപോലെ തന്നെ അത് ഗ്രാഫിക്കൽ ആൻസർ ആയിരിക്കും നമുക്ക് തരാം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലായിരിക്കും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. തേർഡ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മിനിമാക്സ് ക്രൈറ്റീരിയൻ, അതായത് മിനിമൈസ് മാക്സിമം ലോസ്. മാക്സിമം ലോസ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇത് അൺസർട്ടനിറ്റിയിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സേഫ്റ്റി ഫോക്കസ് ചെയ്യും. പിന്നെ ഗെയിം തിയറി യൂസ് ചെയ്യും ഇതിൽ. പിന്നെ ഫോർത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് എക്സ്ട്രാ ഫ്രീ ടൈം ഫോർ ആൻ ആക്ടിവിറ്റി ഡസ് നോട്ട് എഫക്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി. അതായത് ഒരു ആക്ടിവിറ്റിയിലെ എക്സ്ട്രാ ഫ്രീ ടൈമിനാണ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ആ ഒരു നെക്സ്റ്റ് ആക്ടിവിറ്റിനെ ഒരിക്കലും അത് ഹെൽപ്പ് ചെയ്യില്ല. അതായത് അത് നെറ്റ്വർക്ക് അനലൈസിസിലാണ് അത് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഷെഡ്യൂളിങ്ങിൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫിഫ്ത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EOL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്. അതെന്ത് മെഷർ ചെയ്യും? പോസിബിൾ ലോസ് മെഷർ ചെയ്യും, ഈ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്. അതുപോലെ തന്നെ ഹെൽപ്സ് ചൂസ് ബെസ്റ്റ് ഡിസിഷൻസ് ചൂസ് ചെയ്യാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിസിഷൻ തിയറിയിലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക. പിന്നെ സിക്സ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രെയിൻസ് ഇൻ LPP. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസ് ആണ് ചോദിക്കുന്നത്. ലിമിറ്റേഷൻ ഇൻ എ പ്രോബ്ലം, റിട്ടേൺ ആസ് ഇക്വേഷൻ, അതുപോലെ തന്നെ റെപ്രസെൻറ്റ്സ് റിസോഴ്സസ്. പിന്നെ സെവൻത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നോൺ സീറോ സം ഗെയിം. അതിൽ ബോത്ത് പ്ലെയർ ഉണ്ടാവും, 2 പ്ലെയർ ഉണ്ടാവും. ചിലപ്പോൾ അവർ ജയിക്കും, ചിലപ്പോൾ അവർ തോക്കും. ഒരു ഗെയിം ആകുമ്പോൾ തോൽവിയും ഉണ്ടാവും, ജയവും ഉണ്ടാവും. ഗെയിൻ ഇസ് നോട്ട് ഈക്വൽ ടു ലോസ്. നമ്മളുടെ വിജയം തോൽവിക്ക് ഈക്വൽ ആയിരിക്കില്ല. മനസ്സിലായോ? യൂസ്ഡ് ഇൻ ബിസിനസ് ഗെയിംസിലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക. ഓപ്പോസിറ്റ്സ് ഓഫ് സീറോ സം ഗെയിം. സീറോ സമ്മിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? നോൺ സീറോ സം എന്ന് പറയുന്നത്. പിന്നെ വരാൻ എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഡിസിഷൻ നോഡ്. ഡിസിഷൻ ട്രീയിലെ ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവമാണ്. അതായത് പോയിന്റ് വേർ ഡിസിഷൻ ഈസ് മെയ്ഡ്. നമ്മളൊരു ഡിസിഷൻ മെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റിനാണ് ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൺ ബൈ സ്ക്വയർ സിമ്പിൾ ആയിട്ടായിരിക്കും അത് ഷോ ചെയ്യുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസിഷൻ ട്രീയിലായിരിക്കും അത് മെയിനായിട്ട് കാണാം. അപ്പോൾ ഡിസിഷൻ ട്രീ ചോദിച്ചാലും ഡിസിഷൻ നോഡ് ചോദിച്ചാലും നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ആൻസർ ആണ്. പിന്നെ 9th വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇൻ LPP, അതായത് ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഗിവ് മാക്സിമം പ്രോഫിറ്റ് ഓർ മിനിമം കോസ്റ്റ് ആയിരിക്കും. അത് എന്ത് ചെയ്യും? എല്ലാ കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ 10th വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസിഷൻ ട്രീ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡയഗ്രാം ഫോർ ഡിസിഷൻ ആണ്. നമ്മൾ ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അൺസർട്ടനിറ്റിയിലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക. പിന്നെ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിക്സ്ഡ് സ്ട്രാറ്റജി. ചൂസിങ് സ്ട്രാറ്റജീസ് റാൻഡമായിട്ട് സ്ട്രാറ്റജീസ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുക? യൂസ് ചെയ്യുക പ്രോബബിലിറ്റീസ് ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലോട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പെർട്ടിലും CPMയിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. അത് ഷെഡ്യൂളിങ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റൊരു പ്രോജക്റ്റിന് അത് ഹെൽപ്പ് ചെയ്യാണ്ട് അതിൻ്റെ സമയം അതിന് ഡിലേ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിന്നെ 13th വരുന്ന ക്വസ്റ്റ്യൻ ആണ് യൂസ് ഓഫ് നെറ്റ്വർക്ക് അനലൈസിസിൻ്റെ യൂസസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ബെറ്ററായിട്ട്. അതുപോലെ തന്നെ റിസോഴ്സസ് കൂടാനും കുറയാണ്ടിരിക്കാണ്ട് അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറഞ്ഞ 14th ക്വസ്റ്റ്യൻ ആണ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഈസ് അൺനോൺ. നമ്മളുടെ ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അൺനോൺ ആയിരിക്കും. അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി അവൈലബിൾ, കൂടുതൽ റിസ്ക് ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആർ യൂസ്ഡ്. നിങ്ങളുടെ ഓൺവേർഡ്സിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. പിന്നെ 5th വരുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പെർട്ട്.
പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് പെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക ഷെഡ്യൂളിങ്ങിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ പെർട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ 15th ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.